ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും ഗൗതം റിയാക്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എന്റെ പേര് ഗൗതം. എന്റെ പേര് കനക. അപ്പൊ ബിഗ് ബോസ് സീസൺ 7 മലയാളം തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് തൊട്ട് ഡെയിലി റിയാക്ഷൻ അതിന്റെ ഡെയിലി ഇടുന്നതായിരിക്കും. ഡെയിലി റിയാക്ഷൻ എന്നല്ല, നമ്മുടേതായിട്ടുള്ള ഒരു റിവ്യൂ. ഞങ്ങൾക്ക് ഇഷ്ടമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. ഞങ്ങൾ തമിഴ് ബിഗ് ബോസിന്റെ ഫാൻസ് ആയിരുന്നു. പിന്നെ മലയാളം കാണാൻ തുടങ്ങി. ആദ്യമേ തമിഴായിരുന്നല്ലോ ഉണ്ടായിരുന്നത്, പിന്നെ മലയാളം തുടങ്ങി. അങ്ങനെ എല്ലാ സീസണും മുടങ്ങാതെ കണ്ട ആൾക്കാരാണ്. അതെ, അതായത് നമ്മൾ ഒരു വർഷത്തേക്ക് കേബിൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു 3 മാസത്തേക്ക് മാത്രമാണ് യൂസ് ആവുന്നുള്ളൂ. കാര്യം വേറെ ഒന്നും കാണത്തില്ല, ബിഗ് ബോസ് മാത്രമേ കാണത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഈ കേബിൾ ചെയ്യുന്നത്. അതെ, അപ്പോ അങ്ങനെ ഞങ്ങൾ കരുതി എന്നാൽ ഈ വട്ടം ഞങ്ങൾക്ക് ചാനലുണ്ട്, അപ്പോൾ അതിലൂടെ നമ്മൾ കാണുന്നുണ്ടല്ലോ ഡെയിലി. അപ്പൊ അതിന്റെ ഒരു ഞങ്ങളുടേതായ ഒരു അഭിപ്രായം കാര്യങ്ങളും ഒക്കെ പറയാന്ന് കരുതി. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും ഞങ്ങൾക്ക് ഉറപ്പായിട്ടും ഞങ്ങളുടെ കൂടെ വേണം, കാരണം ഞങ്ങൾ ഇത് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ. അപ്പം നമ്മുടെ ഹോസ്റ്റ് ലാലേട്ടൻ തന്നെയാണ്, നമ്മുടെ സ്വന്തം ലാലേട്ടൻ തന്നെയാണ് ഇപ്പോഴും ഹോസ്റ്റ്. ഓക്കെ, ഈ വട്ടം മാറുമെന്നൊക്കെ ഒരു റൂമറൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ മാറ്റമൊന്നുമില്ല. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ആദ്യം ഫസ്റ്റ് ഈ വീടിന്റെ ഇൻട്രോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നപ്പം നല്ലൊരു ബ്ലാക്ക് കളർ ഡ്രസ്സും ഒരു അതിനനുസരിച്ച് മുണ്ടൊക്കെ ഇട്ടിട്ട് തനി നാടനായിട്ട് നമ്മുടെ തുടരും സിനിമയിലെ ആ ഒരു സോങ്ങും കാര്യങ്ങളൊക്കെ ഇട്ടുള്ള ഒരു ഇൻട്രോ ആയിരുന്നു ലാലേട്ടൻ ഉണ്ടായിരുന്നത്. പിന്നെ അതേപോലെ വീട് ബിഗ് ബോസ് ഹൗസ് കാണിച്ചപ്പോഴത്തേക്കും നല്ല സ്പേഷ്യസ് ആയിട്ടാണ് തോന്നിയത്, നല്ലൊരു ബ്രൈറ്റ് ആയിട്ട് തോന്നി. പക്ഷെ എനിക്ക് ലൈറ്റ് ഓരോ ക്യാമറ ഷോട്ടിനെ ആംഗിൾസിനെയും ബാധിക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട് തോന്നി. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ആ കളർ, ആ ഒരു കോൺട്രാസ്റ്റും ആ ഒരു ലൈറ്റും തമ്മിൽ അത്ര അങ്ങോട്ട് ചേർച്ചയില്ല. അതായത് ക്ലിയർ ആയിട്ട് അവിടുത്തെ ഡിസൈൻസ് ഒന്നും കാണാത്ത കണക്കല്ലേ, ഇച്ചിരി ഓവർ ആയിട്ട് തോന്നി. ഫസ്റ്റ് ഡേ ആണ്ടായിരിക്കാം ആ ഒരു ഫുള്ള് ലൈറ്റ് ഒക്കെ ഇട്ട് കാണിക്കുമല്ലോ, അപ്പൊ അതുകൊണ്ടായിരിക്കും. എന്നാലും കൊള്ളായിരുന്നു, നല്ല ഡിസൈനും നല്ല എല്ലാം, ഹൗസ് എല്ലാം നല്ല സൂപ്പർ ആയിട്ടുണ്ട്, നല്ല സ്പേഷ്യസ് ആയിട്ടുണ്ട്. അതെ, അപ്പം പിന്നെ എക്സ്ട്രാ 2-3 കാര്യങ്ങൾ, അതായത് കോമൺ ആയിട്ട് നമ്മുടെ ഹൗസിലുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഉണ്ട്. അതായത് ബെഡ്റൂം ആണെങ്കിലും കിച്ചൺ ആണെങ്കിലും പിന്നെ ആ ഒരു ഡൈനിങ് ഏരിയ ആണെങ്കിലും ഹോൾ ആണെങ്കിലും പിന്നെ സ്വിമ്മിംഗ് പൂൾ ഇല്ല അല്ലെ, ഈ വട്ടം സ്വിമ്മിംഗ് പൂൾ ഇല്ല. അതെ, പിന്നെ പ്രത്യേകത എന്ന് പറയുന്നത് ബാത്റൂം ഒക്കെ നോർമൽ സെയിം ഒക്കെ തന്നെയാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ജയിലുണ്ട്. ജയില് കുറച്ച് പ്രത്യേകതകൾ നിറഞ്ഞതാണ്. അതെ, ജയിൽ എന്ന് പറയുന്നത് ആ ബെഡ് എന്ന് പറയുന്നത് സ്ലാൻഡ് ആയിട്ട് പോയേക്കുന്ന ഒരു ബെഡാണ്. അതേപോലെ മൊത്തത്തിൽ ഒരു സ്ലാൻഡ് ആണ്, സ്ലൈഡിംഗ് ആയിട്ടുള്ള ഡോറും. പിന്നെ ഭയങ്കര സ്പേസ് കുറവായിട്ട് തോന്നിയിട്ട്, കാരണം കഴിഞ്ഞ വട്ടത്തേക്ക് ജയിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ലക്ഷറി രീതിയിലായിരുന്നു. പക്ഷെ ഈ വട്ടത്തെ ജയിൽ അങ്ങനെയല്ല കേട്ടോ, ബെഡായിട്ട് തോന്നുന്നില്ല. ആദ്യം വന്ന ആള് കലക്കല്ലാന്ന് കരുതി. അതെ, അത് ഭയങ്കര ചെറുതാണ്. രണ്ടുപേരൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കഷ്ടമായിരിക്കും കിടക്കാനായിട്ട്, അങ്ങനെ തോന്നി. പിന്നെ എക്സ്ട്രാ ആയിട്ട് ഉണ്ടായിരുന്നത് പടിപ്പുര എന്ന് പറയുന്ന ഒരു ഏരിയ, പണിപ്പുര. അതെ, അപ്പം അതെന്താ പറയണേന്ന് വെച്ചാല് ഈ ആൾക്കാരുടെ ലക്ഷറി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് അവിടെ വെച്ച് പൂട്ടും. അതേപോലെ ഫേവറേറ്റ് ആയിട്ട് ഇവരെല്ലാം ഓരോരോ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ സേഫ് ഗെയിം ഒക്കെ കളിക്കുവാണെങ്കിലും അങ്ങനെ പണി കൊടുക്കും എന്നാണ് പറയുന്നത്. കാരണം ഇതിന്റെ ഒരു ടാഗ് ലൈൻ തന്നെ 7ന്റെ പണി എന്നാണല്ലോ. അപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് പൂട്ടിക്കഴിഞ്ഞാൽ ടാസ്ക് ചെയ്തിട്ടായിരിക്കും അത് തിരിച്ചു കൊടുക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് അവരുടെ കയ്യിൽ കിട്ടില്ല എന്നുള്ളൊരു തീമിൽ അവര് പുതിയൊരു റൂമും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് പേരിട്ടേക്കുന്ന പണിപ്പുര എന്നാണ്. അതെ, പിന്നെ ഇതിൽ സ്പെഷ്യലായിട്ട് തോന്നിയ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ പൗഡർ റൂം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഒരു സ്പേസിൽ കുറച്ച് ഏരിയ, അവിടെ ഫുള്ളും മേക്കപ്പ് ഐറ്റംസും കണ്ണാടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇവർക്ക് മേക്കപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഒരു കണക്ക് നോക്കി അത് നല്ലതാണ്, കാരണം ഇവരെ എപ്പോഴും ഇപ്പൊ നമ്മളാണെങ്കിൽ തന്നെ ഇവരെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക. അതേപോലെ ഇവർക്ക് ടാസ്ക് വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ക്യാമറ ഫോക്കസിൽ എപ്പോഴും വരുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ നല്ല രീതിയിൽ അവർ പ്രസന്റബിൾ ആയിട്ട് ഇരിക്കണമെങ്കിൽ അവർ ആ ഒരു മേക്കപ്പും കാര്യങ്ങളും ലിപ്സ്റ്റിക്കും ഒക്കെ ഇട്ടിരിക്കുമ്പോൾ കാണാനും നല്ല രസമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ഏരിയ കൊണ്ടുവന്നത് എന്തുകൊണ്ടും നന്നായിട്ടുണ്ട് കേട്ടോ. പിന്നെ അതല്ല, ടാസ്ക് ഒക്കെ വരുമ്പോ അവർക്ക് ഒരുങ്ങാനും ഒക്കെ ഈസി ആയിരിക്കും, കുറച്ചും കൂടി കൺവീനിയന്റ് ആയിട്ട്. അതെ, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ വർഷം വരെയൊക്കെ കാണുന്നത് ബാത്റൂമിന്റെ അടുത്തുള്ള ആ ഒരു 2 റൂമിൽ പോകും. അപ്പൊ ഇതാകുമ്പോ ഒരു ഏരിയ കിട്ടുമ്പോ അവർക്ക് എളുപ്പമായിരിക്കുമല്ലോ. അങ്ങനെ ബിഗ് ബോസിന്റെ ഹൗസ് ഫുള്ള് കാണിച്ചതിന് ശേഷം നമ്മുടെ ലാലേട്ടന്റെ എൻട്രി ആയിരുന്നു. എമ്പുരാൻ സോങ്ങും ഒക്കെ ഇട്ടുള്ള സൂപ്പർ എൻട്രി ആയിരുന്നു. അതില് വേറൊരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി, കൺഫെക്ഷൻ റൂം രക്ഷയില്ലായിരുന്നു. പോളി കൺഫെക്ഷൻ റൂം ആയിരുന്നു, നല്ല രസമായിരുന്നു. ബിഗ് ബോസ് മാറിയോ എന്നൊരു ഡൗട്ട്. സൗണ്ട് ഏറ്റവും വലിയ രസമായിട്ട് തോന്നിയത് മോഹൻലാലും നമ്മുടെ ലാലേട്ടനും ബിഗ് ബോസും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്തെന്ന് തോന്നുന്നു ക്യാരക്ടർ. അത് കഴിഞ്ഞ തവണ ബിഗ് ബോസിന്റെ ഒരു രീതി എങ്ങനെയാണോ അത് ലാലേട്ടനും എടുത്ത്
ഇപ്പൊ പഴയ ലാലേട്ടന്റെ രീതി ഇപ്പൊ ബിഗ് ബോസ് എടുത്ത രീതി പോലെ. മാത്രമല്ല ഇപ്പോഴത്തെ ബിഗ് ബോസ് അല്ല, ഓരോ വട്ടം ഓരോ തീം ആയിട്ടാണ് ബിഗ് ബോസ്. തീം അല്ല, ഓരോ ക്യാരക്ടർ പോലെയാണ് വരുന്നത്. അപ്പൊ ഈ വട്ടത്തെ ബിഗ് ബോസ് എന്ന് കുറച്ച് ഫണ്ണായിട്ടും കുറച്ചൊന്ന് ഫ്രണ്ട്ലി ആയിട്ടൊക്കെയാണ്. അറിയില്ല, ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഇത്തിരി സ്ട്രിക്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ ഫസ്റ്റ് ഡേ ആയതുകൊണ്ടാണോ എന്ന് അറിയില്ല. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കണ്ടു തന്നെ അറിയാം. പിന്നെ ഇവരുടെ ടൈറ്റിലും കാര്യങ്ങളും പറയുന്ന പോലെ ഫ്രണ്ട്ഷിപ്പ് പറ്റില്ല, സേഫ് ഗെയിം പറ്റില്ല എന്നൊക്കെ പറയുന്നത് എല്ലാ സീസണിലും സ്റ്റാർട്ടിങ്ങിൽ ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ നടക്കൂന്നുള്ളത് കണ്ടു തന്നെ അറിയാം. പിന്നെ അത് കഴിഞ്ഞ് ഇത്തവണ എല്ലാ കണ്ടസ്റ്റന്റിനും ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് അവരൊരു ടാസ്ക് കൊടുത്തതിന് ശേഷമാണ് ഇവരെ എൻട്രി ചെയ്തേക്കുന്നത്. ടാസ്ക് എന്ന് പറയുന്നത് മഷിമുദ്ര എന്നൊരു ടാസ്ക് ആയിരുന്നു. അത് നമ്മുടെ പഴയ കണ്ടസ്റ്റന്റ് ആയ റനീഷ ആയിരുന്നു ടാസ്ക് ഇത് ചെയ്തത്. അപ്പൊ ഓരോരുത്തരും വന്നിട്ട് ഒരു കുറെ പോഡിയം വെച്ചിട്ടുണ്ടായിരിക്കും, അതിൽ തട്ടാതെ പോകണം. ഒരാൾ ഹെൽപ്പ് ചെയ്യും, പറഞ്ഞു കൊടുക്കും സ്ട്രൈറ്റ് പോ, ലെഫ്റ്റ് പോ, റൈറ്റ് പോ എന്നുള്ളത്. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ഫ്രണ്ടിലോട്ട് പോകും, തട്ടാതെ പോയിട്ട് ഏതെങ്കിലും ഒരു പോഡിയത്തിൽ നിന്ന് ഒരു മാല പോലെ ഒരു ഇത് എടുക്കും, ബാഡ്ജ് എടുക്കും. അതെടുത്തതിന് ശേഷം ഒരു കളറോ പെയിന്റോ എന്തോ ഒന്ന് കൈപ്പത്തി പതിച്ചിട്ട് നേരെ ചെന്ന് ഗ്ലാസ്സിൽ പതിക്കണം. ഇതാണ് ടാസ്ക്. അപ്പൊ എടുത്തിരിക്കുന്നതിൽ എന്താണ് ഉള്ളതെന്നും നമുക്ക് ആർക്കും അറിയില്ല, അവർക്കും അറിയില്ല. അതിന് വരും ദിവസങ്ങളിൽ റിവീൽ ആവും എന്നാണ് പറഞ്ഞത്. എന്തായാലും ഒരു 7ന്റെ പണി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കത് കണ്ടു തന്നെ അറിയാം. അപ്പൊ ഇത്തവണത്തെ സീസൺ 7 മൊത്തം 20 കണ്ടസ്റ്റന്റ് ഉണ്ട്. അതിലെന്ന് പറയുന്നത് 19 പേരാണ്. അതിൽ ഒരാള് കപ്പിളായിട്ടാണ് വരുന്നത്. അതായത് അവർ 2 പേരാണ് ഒറ്റയാളായിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനെ മൊത്തം 20 പേരുണ്ട്. ഓക്കെ, ആദ്യത്തെ മത്സരാർത്ഥി എന്ന് പറയുന്നത് അനീഷ് എന്ന് പറഞ്ഞ ഒരാളാണ്. ആള് തൃശ്ശൂരിൽ നിന്നുള്ളതാണ്. പുസ്തകം എഴുത്തുകാരനാണ്. അതേപോലെ തന്നെ ആള് ജോലി ചെയ്തുകൊണ്ടിരുന്ന സർക്കാർ ജോലി ഉണ്ടായിരുന്നു, ബാങ്കിൽ ഉദ്യോഗസ്ഥനൊക്കെ ആയിരുന്നു. പക്ഷെ ആള് റിട്ടയർഡ് ചെയ്തല്ല, ലീവ് എടുത്ത് 5 വർഷത്തേക്ക് ലീവ് എടുത്തിട്ട് 2 വർഷമായിട്ട് ട്രൈ ചെയ്യുന്നു. ഇപ്പോഴാണ് കിട്ടിയതെന്ന് പറയുന്നു. തൃശ്ശൂർക്കാരനാണ്. കണ്ടിട്ട് ആള് ഒരു നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിട്ട് തോന്നുന്നു. പിന്നെ ആള് ഒരു ചെറിയൊരു സ്ത്രീ വിരുദ്ധതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു സംസാരത്തിലും കാര്യങ്ങളിലും. പക്ഷെ ആള് ലാലേട്ടൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് സ്ത്രീ വിരുദ്ധത എന്നാണെങ്കിലും ആള് പറയുന്നതെന്ന് പറഞ്ഞാൽ പുരുഷന്മാർ ഈ സമൂഹത്തിൽ നേരിടുന്ന കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനെ ചൂണ്ടിക്കാട്ടാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്ന രീതിയിലാണ് ആള് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ ആള് ഒരു കൃഷിക്കാരൻ കൂടിയാണ്. മാത്രമല്ല പറയുന്നതൊക്കെ വെച്ച് നോക്കിയാൽ ശരിയാണ്. കാരണം എല്ലാവരും ഇങ്ങനെ ഫീമെയിൽസിന് വേണ്ടി മാത്രം സംസാരിക്കാനിരിക്കുന്ന, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാനിരിക്കുന്ന സമയത്ത് പുരുഷന്മാരുടെ പല കാര്യങ്ങൾ പറയാനായിട്ട് ആളില്ല, അല്ലെങ്കിൽ ആള് ഭയങ്കര കുറവാണ്. ഇപ്പൊ ചൂണ്ടിക്കാട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ സമൂഹത്തിൽ കുറെ കേസുകളും കാര്യങ്ങളും വന്നപ്പോഴത്തേക്കും കുറെ പേര് ആണുങ്ങളെ ഇത് ചെയ്യുന്നുണ്ടല്ലോ, കുറെ നിയമം വെച്ചിട്ടൊക്കെ. അപ്പൊ അത് വെച്ചോണ്ടാണ് ആൾ ഇങ്ങനെ ഒരു രീതി പറഞ്ഞത്. പക്ഷെ പറയുന്നത് കേട്ടപ്പോ ശരിയാണെന്ന് തോന്നി. ത്രൂ ഔട്ട് കണ്ടതിന് ചെറിയൊരു ചൊറിയനാണോ എന്ന് തോന്നി. പിന്നെ ചിലർ ശുദ്ധരായിരിക്കും, ഉള്ളത് ഇങ്ങനെ മനസ്സിലുള്ളത് ഇങ്ങനെ ചിലർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. അതെ, കൂടെ നിൽക്കാനും പാടാണ്. അതെ, അപ്പൊ നമുക്ക് കണ്ടു തന്നെ അറിയാം. ചിലപ്പോ ശുദ്ധനായിരിക്കാം, അതിപ്പോ കണ്ടു തന്നെ അറിയണം. പിന്നെ രണ്ടാമതായിട്ട് കയറിയ ആളാണ്, അതായത് രണ്ടാമത്തെ മത്സരാർത്ഥിയാണ് അനുമോളാണ്. അനുമോളിനെ ഇപ്പൊ എല്ലാവർക്കും അറിയായിരിക്കും, കാരണം നമ്മുടെ സ്റ്റാർ മാജിക്കിലൊക്കെ ഭയങ്കര ഹിറ്റായിട്ടൊക്കെ പൊയ്ക്കൊണ്ടിരുന്ന ആളാണ്. മൊത്തത്തിൽ ആള് രൂപത്തിലും സ്വഭാവത്തിലും സംസാരത്തിലും എല്ലാത്തിലും ഒരു മാറ്റം. അതെ, ഇത് ഭയങ്കര സ്റ്റാർ മാജിക്കിൽ കണ്ട ആളെ അല്ല ഇതിൽ വന്നു. സ്റ്റാർ മാജിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പൊട്ടിപ്പെണ്ണ്, ഒന്നും അറിയത്തില്ല, ഏത് നേരം കരഞ്ഞിരിക്കുന്ന, ഇച്ചിരി വളവളാന്ന് എന്തൊക്കെയോ പറയണ അങ്ങനെ ഒരാളാണ്. പക്ഷെ ഇതിൽ ടോട്ടലി ചേഞ്ച് ആയിട്ട് ഭയങ്കര മെച്ചൂർഡ് ആയിട്ട് ബോൾഡ് ആയിട്ട് അങ്ങനെയൊക്കെ നിൽക്കുന്നവരാ. പിന്നെ അത് പറയാൻ പറ്റില്ല, ഫസ്റ്റ് ഡേ ആണല്ലോ, അപ്പം ഇംപ്രഷൻ കളയണ്ടെന്ന് കരുതിയിട്ട് നിൽക്കുന്നതാവാം. ആള് ട്രിവാൻഡ്രംകാരിയാണ്, ഡാൻസറാണ്. പിന്നെ നല്ലൊരു പെർഫോമൻസ് ഡാൻസ് ചെയ്തായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു, സൂപ്പർ ആയിരിക്കും. കഴിഞ്ഞ സീസണിലെ ബിഗ് ബോസിന്റെ ടാസ്ക് സ്റ്റാർ മാജിക്കിന്റെ ടാസ്കുമായിട്ട് കമ്പയർ ചെയ്തായിരുന്നു എല്ലാ വ്യൂവേഴ്സും. ഇതിലും ഭേദം സ്റ്റാർ മാജിക്കിലെ ടാസ്ക് ആണ്. അനുമോളൊക്കെ നല്ല രീതിക്ക് ടാസ്ക് കളിക്കുന്നത് ഓൾറെഡി എല്ലാരും പറഞ്ഞ് കമന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിൽ നല്ല ടാസ്കില് നല്ല പുലിയായിരിക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പിന്നെ എപ്പോഴും വരുന്നത് അറിയാതിരുന്നാൽ മതി, കാരണം എപ്പോഴും കരഞ്ഞുള്ള വീഡിയോസ് നമ്മള് അതെ, അങ്ങനെ ആവില്ല, ചിലപ്പോ ബോൾഡ് ആയിരിക്കും തന്നെ. പിന്നെ കരച്ചിൽ വന്ന കരഞ്ഞല്ലേ പറ്റൂ, അതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് നോക്കാം ആളെങ്ങനെ ഉണ്ടെന്ന്. എന്തായാലും ടാസ്ക് ഒക്കെ ആള് പുലിയായിട്ട് ചെയ്യും എന്നുള്ളൊരു വിശ്വാസം. അപ്പൊ മൂന്നാമത്തെ മത്സരാർത്ഥി ആര്യൻ എന്നൊരു മോഡലാണ്. ആള് പരസ്യത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, കൊച്ചിയിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ്. അപ്പം ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടോ എന്ന് എല്ലാവരും സ്വയം ഫേവറേറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ എടുത്തോണ്ട് പോവുകയാണോ എന്ന് അറിയത്തില്ല ബിഗ് ബോസിലേക്ക്. കാര്യം പുള്ളിക്കാരൻ ഒരു ഫോട്ടോ ആൽബം എടുത്തിട്ടുണ്ട് ഫേവറേറ്റ് എന്നും പറഞ്ഞ് കുട്ടുവാനായിട്ട്.
അപ്പൊ മുമ്പ് ഇതൊക്കെ അനുവദിച്ചിട്ടുണ്ടോ? മുമ്പ് ഇല്ലായിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പൊ ഞാൻ എന്തായിരുന്നു പണിപ്പുര വന്നല്ലോ. അപ്പൊ അവിടെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വെക്കൂന്ന് പറഞ്ഞാൽ ചിലപ്പോ ഇതൊക്കെ വാങ്ങി വെക്കുമായിരിക്കും. വാങ്ങി വെക്കാൻ വേണ്ടിട്ട് എടുത്തോണ്ട് പോകും ചെല്ലാൻ പറഞ്ഞാണ്. എന്തായാലും ഓരോരുത്തരും ഓരോ സാധനം എടുത്തോണ്ട് പോയിട്ടുണ്ട്. പുള്ളിക്കാരെ എടുത്തേക്കുന്ന ഒരു ഫോട്ടോ ആൽബം ആണ്, ഫാമിലി ഫോട്ടോ ആൽബം ആണ്. പക്ഷെ ആളെ ഒരു ഹിന്ദി നടന്റെ ഒക്കെ ഒരു ലുക്ക് ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ, എനിക്ക് ഇഷ്ടപ്പെട്ട് ആളെ. പിന്നെ ടാസ്കിൽ എങ്ങനെയൊക്കെ ഉണ്ടെന്ന് ആള് നല്ലൊരു ഫ്രണ്ട്ലി ഒക്കെ ആയിട്ടാ തോന്നിയത് എനിക്ക് സംസാരത്തിലൊക്കെ. റിയൽ ആയിട്ട് നിൽക്കുമെന്നാണ് പറയുന്നത്, നമുക്ക് എന്തായാലും കണ്ടറിയാം. പിന്നെ 4ാമത്തെ മത്സരാർത്ഥി എന്ന് പറയുന്നത് കലാഭവൻ സരികയാണ് കേട്ടോ. ആള് കൊയിലാണ്ടിക്കാരിയാണ്. ഒരു 20 വർഷത്തോളമായി ഈ ഒരു ടെലിവിഷൻ ഫീൽഡിലുണ്ട്, മിമിക്രി ചെയ്യാറുണ്ട്, TV ഷോസിലൊക്കെ ഭയങ്കര കോമഡിയൻ ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ഒരാളാണ്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുണ്ട് 20 വർഷത്തോളം ആയി എന്ന ആള് തന്നെ പറയുന്നുണ്ട് ഈ ഒരു റിയാലിറ്റി ആയിട്ട് ഇങ്ങനെ ഒരു TV ഷോയിലും കാര്യങ്ങളിലും ഒക്കെ നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിന് വേണ്ടത്ര ഒരു ഫെയിം കിട്ടിയിട്ടില്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം കുറെ നാളായിട്ട് കണ്ട പരിചയമുള്ള ഒരു അല്ല, പണ്ടൊട്ടേ നമ്മൾ കാണുന്നതാണല്ലോ ആളെ ഓരോരോ TV പ്രോഗ്രാം. അതെ, അപ്പൊ എന്തായാലും നല്ലൊരു ഓപ്ഷൻ ആണ് ബിഗ് ബോസ് ചൂസ് ചെയ്തത്. കളിക്കട്ടെ. അതെ, പിന്നെ ആളെടുത്തത് ഫേവറേറ്റ് ആയിട്ട് എടുത്തിട്ട് വന്നൊരു ഹസ്ബൻഡിന്റെ ഷർട്ടാണ് കേട്ടോ. അടുത്ത 5ാമത്തെ മത്സരാർത്ഥി എന്നുള്ളത് അക്ബർ ഖാൻ ആണ്, സിംഗറാണ്. നമ്മുടെ റിയാലിറ്റി ഷോ കാണുന്നവർക്കെല്ലാം പരിചിതമാണ്. അത് സരിഗമപ കേരളം, കേരളത്തിലേക്ക് പാടിയിട്ടുണ്ട്. അതേപോലെ തന്നെ മൈലാഞ്ചി റണ്ണറപ്പാണ്, മൈലാഞ്ചി റിയാലിറ്റി ഷോയിലെ റണ്ണറപ്പാണ്. പിന്നെ യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ പാട്ടുകൾ കിട്ടിയിട്ടുണ്ട്. ആള് അത് മില്യൺ വ്യൂസും ഉണ്ട് കേട്ടോ. മിക്കവരും അറിയാവുന്ന ഒരാൾ പാട്ടുകാരനാണ്, നല്ല പാടും. കാര്യം ബിഗ് ബോസിൽ നിന്ന് ആള് തന്നെ പാടിയ, അത് ഡയറക്ഷൻ ചെയ്ത ഒരു പാട്ട്, ലിറിക്സ് എല്ലാം ആളുടെ നല്ല സൂപ്പറായിട്ട്, നല്ല സൗണ്ട് ആയിരുന്നു, നല്ല സൂപ്പറായിട്ട് തന്നെ പെർഫോം ചെയ്തിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ സംസാരിക്കാനൊക്കെ നല്ല അറിയാം, നല്ല കഴിവൊക്കെ ഉണ്ട്. ടാസ്ക് ഒക്കെ എങ്ങനെ ചെയ്യുമെന്നും നമുക്ക് കണ്ടറിയാം. പിന്നെ പ്രത്യേകിച്ച് ഫേവറേറ്റ് സാധനമൊന്നും ബിഗ് ബോസിലേക്ക് കൊണ്ടുവരാനും പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു പുള്ളിക്കാരൻ, അത് എടുത്ത് പറയുകയും ചെയ്തു. അല്ല, ഭയങ്കര റിയൽ ആയിട്ട് നിൽക്കുന്ന തോന്നിയിട്ട്, അറിയില്ല ഇനി എങ്ങനെയാണെന്ന് നമുക്ക് എന്തായാലും കണ്ടറിയാം. പക്ഷെ ഭയങ്കര റിയൽ ആണ് ആളെന്ന്. അതായത് ഒരു രീതിയിലുള്ള ഒരു പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ റിയൽ ആയിട്ട് വന്ന പോലെ ഒരു ഫീൽ. ചിലവർക്ക് നമുക്ക് സംസാരത്തിൽ നിന്ന് തന്നെ, നമുക്ക് പെരുമാറ്റവും സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കും. കാര്യങ്ങളൊക്കെ ആദ്യമേ നമുക്ക് മനസ്സിലാവാൻ പറ്റും, റിയൽ ആണോ ഇതാണോ എന്ന്. ചിലവരുടെ ഇച്ചിരി ക്യാച്ചിയാ, കണ്ടുപിടിക്കാൻ ഇച്ചിരി പാടാ. ചിലരുടെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അങ്ങനെ ഒരാളാണ്, നല്ലൊരു റിയൽ ആയിട്ട് തോന്നി. പിന്നെ 6ാമതായിട്ട് മത്സരാർത്ഥിയായിട്ട് വന്നിരിക്കുന്നത് RJ ബിൻസിയാണ് കേട്ടോ. ആള് ഒരു RJ ആണ്. പിന്നെ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലൊക്കെ ഉള്ള ഒരാളാണ്. കുഴപ്പമില്ല എനിക്ക്. പക്ഷെ എന്തോ ആള് വന്നപ്പോ ഇനിയിപ്പോ RJ ആണല്ലോ ആള്, അതുകൊണ്ടായിരിക്കാം എല്ലാം ഭയങ്കര എങ്ങനെ പറയാത്, സംസാരത്തിൽ ആള് ബോൾഡാണ്, നല്ല ക്യാരക്ടറാണ്, എല്ലാം. പക്ഷെ കുറച്ചൊന്ന് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒരു കാരണം ആൾക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയാലോ. അപ്പൊ നമ്മൾ ഈ നോർമൽ സംസാരിക്കുന്ന രീതിയിലല്ലല്ലോ ആൾ ഈ RJ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ ആൾക്ക് സംസാരിക്കാൻ അറിയാം. ഇനി അതുകൊണ്ടാണ് എല്ലാരും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന RJ ബിൻസി എന്നായിരുന്നു. നമ്മുടെ മോഡൽ ഉണ്ടല്ലോ, ആളുടെ എന്നിട്ട് RJ ബിൻസി ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത്. അപ്പൊ എന്നിട്ട് പുള്ളിക്കാരൻ ചോദിക്കുക എന്ത് ചെയ്താണെന്ന്. ആള് വിചാരിച്ചാണ് ഇൻഷ്യലായിരിക്കും RJ ബിൻസി. അപ്പൊ ഒരു ഫസ്റ്റ് തോന്നിയതായിരിക്കും. എന്തായാലും ആള് നല്ല ബോൾഡാണ്. പിന്നെ അച്ഛനുമായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ഉള്ള ഒരാളായിട്ട് തോന്നിട്ടോ. ആള് പറയുകയും ചെയ്തു അച്ഛനാണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതെന്നുള്ളത്. പിന്നെ ഫേവറേറ്റ് ആയിട്ട് ആളുടെ ആഗ്രഹങ്ങളും കാര്യങ്ങളും ഒക്കെ എഴുതി വെക്കുന്ന ഒരു ഡയറി ആയിട്ടാണ് കയറിയത്. ഈ സംസാരിക്കുന്ന ടാസ്കും കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ നല്ല വോയിസ് ആണ് ആളുടെ, കേൾക്കാൻ നല്ല സൗണ്ട് ആണ് ആളുടെ, ആണല്ലോ. അതുകൊണ്ടാണല്ലോ RJ ആയിട്ടൊക്കെ കയറിയത്. അപ്പം അങ്ങനെയാണ് 6ാമത്തെ ആള് കേട്ടോ. അടുത്ത 7ാമത്തെ മത്സരാർത്ഥി എന്ന് പറയുന്നത് ഒനിയൽ സാബു ആണ്. ആള് അഡ്വക്കേറ്റ് ആയിരുന്നു, ഫോർട്ട് കൊച്ചിയിൽ നിന്നായിരുന്നു വരുന്നത്. ഇപ്പം ഷെഫായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. കുറെ വർഷം അഡ്വക്കേറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ആള് ഷെഫാണ്, നാട്ടിലാണ്. പിന്നെ അതേപോലെ തന്നെ ആളുടെ ഒരു പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു, തരക്കേടില്ലായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു നല്ലൊരു ആക്റ്റീവായിട്ടുള്ള ആളായിട്ട് തോന്നി, പെരുമാറ്റത്തിലും സംസാരത്തിലും ഒക്കെ. ടാസ്ക് ഒരു വിധമൊക്കെ നല്ലോണമൊക്കെ ചെയ്തായിരുന്നു. ഇച്ചിരി അവരുടെ അമ്മ ഇച്ചിരി ടാസ്ക് ചെയ്യിപ്പിക്കുമ്പോൾ നമ്മുടെ കൂടെ ഈ നേരത്തെ പറഞ്ഞ ഒരു ടാസ്ക് ഉണ്ടായിരുന്നല്ലോ, അത് ചെയ്തപ്പോഴത്തേക്കും അമ്മ നല്ല ആക്റ്റീവായിട്ടാണ് എനിക്ക് തോന്നിയത്, കൂടെ പറഞ്ഞു കൊടുക്കാനൊക്കെ ആൾക്ക്. അപ്പൊ എന്തായാലും കൊള്ളായിരുന്നു. പിന്നെ 8ാമത്തെ മത്സരാർത്ഥിയായിട്ട് വന്നത് ബിന്നി നോബിൾ ആണ്. ഈ നോബിൾ എന്ന് പറയുന്ന ചേട്ടൻ നമ്മള് ഫിലിം ഫീൽഡിൽ
സീരിയൽസിലൊക്കെ ഒരുപാട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പൊ ഈ ബിന്നി എന്ന് പറയുന്ന ആളും സീരിയലിലൊക്കെ ഉള്ളതാണ് കേട്ടോ. ആളൊരു ഡോക്ടറാണ്. ഇപ്പോൾ സീരിയൽസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആളും അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷേ കുറച്ചൊന്ന് സേഫ് ഗെയിം കളിക്കുമോന്നൊരു ഡൗട്ട് അറിയില്ല. ഒരു പാവത്താൻ കണക്കൊരു നിൽക്കുന്ന രീതിയിൽ തോന്നി, അറിയില്ല. പക്ഷെ ഇങ്ങനെയുള്ളവർ കുറച്ചാളും പോവുകയും ചെയ്യും കേട്ടോ. പിന്നെ പറയാൻ പറ്റത്തില്ല. ഇങ്ങനെ നിന്ന് ചിലപ്പം ഇനി ക്യാരക്ടർ എന്തായിരിക്കും ഔട്ടറിലുള്ള ആദ്യമേ കാണുന്ന ഒരു ഇതാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് തോന്നിയത് നിങ്ങളെ അഭിപ്രായം കമന്റ് ചെയ്യട്ടോ ഓരോരുത്തരെ പറ്റി. അതായത് ഞങ്ങൾക്ക് തോന്നിയത് തന്നെയാണോ നിങ്ങൾക്ക് തോന്നിയത് അറിയാലോ. അപ്പൊ ഒത്തിരി സേഫ് ഗെയിം കളിക്കുന്ന ആളായിരിക്കും എന്നൊന്ന് തോന്നി, അറിയില്ല. ഇനി നമുക്ക് കണ്ടറിയുന്നത് ഫസ്റ്റ് ഡേ ആയിട്ടില്ല, ജസ്റ്റ് കയറിയതേ ഉള്ളൂ. അപ്പോൾ ആള് ഒരു ഡോക്ടർ ആയിരുന്നു പ്രൊഫഷൻ. ഇപ്പൊ സീരിയൽസിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത 9ാമത്തെ മത്സരാർത്ഥി എന്ന് പറയുന്നത് അഭിലാഷ് ആണ്. കൊല്ലത്ത് നിന്നാണ്, ഞങ്ങളുടെ നാട്ടുകാരനാണ്. അപ്പൊ ആള് ക്രിക്കറ്ററാണ്, അതേപോലെ തന്നെ ഇൻഫ്ലുവൻസർ ആണ്, പിന്നെ ഡാൻസർ ആണ്. നല്ലൊരു ഡാൻസ് ആള് നമ്മുടെ സ്റ്റേജിൽ പെർഫോം ചെയ്തിരുന്നു, സീരിയലിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആൾക്ക് കാലിനൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. പക്ഷെ ആളുടെ പെർഫോമൻസ് അതിനൊക്കെ തരണം ചെയ്യുന്ന രീതിയിലാണ്. നല്ലൊരു ഇങ്ങനെയുള്ളവർക്കെല്ലാം നല്ലൊരു മാതൃകയാണ് ആള്. അപ്പം പക്ഷെ എൻ്റെ ഒരു ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബാധിക്കരുത്. കാരണം ആൾക്കതൊരു പ്രശ്നമായിട്ടല്ല. പിന്നെ അതേപോലെ കൂടെ കളിക്കുന്നവർക്കും അതൊരു പ്രശ്നം ആവത്തില്ലെന്ന് തന്നെ ഞാൻ കരുതുന്നു. പിന്നെ ഇത് കാണുന്ന ജനങ്ങളുണ്ടല്ലോ, ഇപ്പൊ ഇതിന് മുമ്പത്തെ സീസണിൽ ഡിംപിളിന് പ്രശ്നമാണ്. അത് കൂടെ ടാസ്ക് കളിക്കുന്നവരെ കുറ്റം പറയുക ജനങ്ങൾ, വ്യൂവേഴ്സ് കുറച്ച് പേര്. അപ്പൊ ആ ഒരു രീതിയിലേക്ക് വ്യൂവേഴ്സ് പോകരുത് എന്നൊരു അഭ്യർത്ഥനയേ ഉള്ളൂ. അതായത് എല്ലാവരും അവരവരുടെ ഗെയിം അല്ലെങ്കിൽ അവരുടെ ഗെയിം അവർ കളിക്കട്ടെ. ഇപ്പം ആർക്കും പ്രശ്നമില്ലാതാണല്ലോ അവിടെ ചെന്നിരിക്കുന്നത്. അപ്പം പിന്നെ നമ്മൾ കാണുന്നവരിൽ ചിലർ വന്നിട്ട് അയ്യോ അതിന് വയ്യ ഇതിന് വയ്യ അങ്ങനത്തെ സിമ്പതി കാര്യങ്ങളൊന്നും. ഇത് ഗെയിമാണ്. അപ്പൊ ആർക്കും പ്രശ്നമില്ല, കൂടെ കളിക്കുന്നവർക്കും പ്രശ്നമില്ല. അപ്പൊ കാണുന്ന നിങ്ങൾക്ക് വ്യൂവേഴ്സിന് അങ്ങനെ തോന്നാതിരിക്കുക, ഇത് ഗെയിമായിട്ട് എടുക്കുക, ആ ഒരു രീതിയിൽ എടുക്കുക എന്നൊരു ചെറിയൊരു അഭിപ്രായമുണ്ട്. അതെ. അപ്പൊ ഇനി ആള് നല്ല ആക്റ്റീവ് ആണ്. പിന്നെ അടുത്ത ഇനി 10ാമതായിട്ട് എത്തിയിരിക്കുന്ന ആളാണ് റെന ഫാത്തിമ എന്നാണ്. ആളൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടാണ് ഇപ്പോ നിൽക്കുന്നത്. പിന്നെ ആള് ഏവിയേഷൻ. ഞാൻ ആദ്യം കണ്ടപ്പോ കൊച്ചു കുട്ടിയല്ലായിരിക്കും. ബിഗ് ബോസിൽ ഇങ്ങനെ പ്രായപരിധി ഒന്നും ഇല്ലേ കൊച്ചു കുട്ടിയൊക്കെ? അത് എന്താന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു കോസ്റ്റ്യൂം അത്രയ്ക്ക് അങ്ങോട്ട് ആൾക്കത് ഇട്ടിട്ട് കൊള്ളാട്ടോ. പക്ഷെ വേറെ ഏതെങ്കിലും കുറച്ചും കൂടെ നല്ല ഏതെങ്കിലും ഒന്ന് എടുക്കായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള അതെ. പിന്നെ നല്ലൊരു ഡാൻസും കാര്യങ്ങളൊക്കെ ആള് പെർഫോം ചെയ്തായിരുന്നു. അപ്പം നല്ലതായിട്ട് വരട്ടെ, നമുക്ക് കാണാം. ഇനി കണ്ടറിയാം അങ്ങോട്ട് പോകുമ്പോ എങ്ങനെയാണ്. ഇതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളതാണെന്ന് തോന്നുന്നു. പ്രായം കയറിയ സെക്കൻഡ് ഇയർ ആണ് ആള്. അപ്പൊ എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം. അടുത്ത 11ാമതായിട്ട് കയറിയ കണ്ടസ്റ്റന്റ് ആണ് നമ്മുടെ മുൻഷിയിലൊക്കെയുള്ള രഞ്ജിത്താണ് കേട്ടോ. ആള് TV പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും അറിയാം. അതെ, എല്ലാവർക്കും അറിയാന്ന്. പക്ഷെ നമ്മളൊക്കെ പണ്ട് മുൻഷി നമ്മുടെ കുഞ്ഞിലെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഈ കലാഭവൻ സരിഗെ പോലെ തന്നെ ആളും ഇത്ര വർഷമായിട്ട് നമ്മുടെ ഈ ഒരു ഫീൽഡിലുണ്ടെങ്കിലും ആരും അത്രയ്ക്ക് അങ്ങോട്ട് അറിയാതെ പോയി എന്നല്ല, അതിന് വേണ്ട ഒരു അംഗീകാരം കിട്ടിയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ ഈ ഒരു ബിഗ് ബോസിലൂടെ ആളുടെ പേര് പറഞ്ഞു തന്നെ എല്ലാവരും അറിയപ്പെടട്ടെ എന്ന് ഞാൻ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നു. കാരണം ഇവരൊക്കെ പണ്ട് തൊട്ടേ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നവരാ. അപ്പൊ ഇവരെയൊക്കെ നമ്മൾ അവരുടെ പേര് പറഞ്ഞു തന്നെ നമുക്ക് അവരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് നല്ലൊരു കാര്യമായിട്ട്, അതിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് കേട്ടോ ഈ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്നത്. അടുത്ത 12ാമത്തെ മത്സരാർത്ഥി ഒരു മുംബൈക്കാരിയാണ്. മുംബൈയിൽ മോഡലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അതേപോലെ തന്നെ ഹിന്ദി ബിഗ് ബോസിൽ വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പം 2 ബിഗ് ബോസിൽ ഒരേ സമയം വന്നത് ആദ്യത്തെ ആളാന്ന് തോന്നുന്നു. അതെ, ആദ്യമേ മുന്നേ ഹിന്ദിയിൽ ആള് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വീണ്ടും മലയാളത്തിൽ കൂടെ സെലക്ഷൻ കിട്ടിയ നമ്മുടെ കണ്ടസ്റ്റൻസിൽ ഒരേ ഒരാളാ. ഇപ്പൊ പേര് ഗിസേൽ തക്കറൽ എന്നാണ്. പേര് ആദ്യമൊക്കെ പറയാൻ കുറച്ച് പാടുപെട്ട്, എന്നാലും പഠിച്ചെടുത്തു. ഇനിയിപ്പം കൊണ്ട് പറയണമല്ലോ. അതെ അതെ. പക്ഷെ അത് നല്ല രീതിയിൽ മലയാളം പറയുന്നുണ്ട്. എനിക്ക് മലയാളം തെറ്റുന്നു, എന്നെ കൂടി തെറ്റിക്കുക. മലയാളം പറയുന്നുണ്ട്. അമ്മ ആലപ്പുഴക്കാരിയാണ്. അപ്പൊ ഒരു ഇതൊക്കെ നല്ല രീതിക്ക് മലയാളം പറയുന്നുണ്ട്. കറക്റ്റ് ഒരു ഹിന്ദി മോഡൽ ഇല്ലേ, ആ ഒരു ലുക്ക് ആണ്. അപ്പം ഇനി ടാസ്കിലൊക്കെ എങ്ങനെയാണ് ഇനിയുള്ളത് നമുക്ക് കണ്ടറിയാം. ഹിന്ദിയിൽ ബിഗ് ബോസിൽ പോയ പരിചയമുണ്ട്. അവിടെയൊക്കെ ബിഗ് ബോസിൽ ടാസ്ക് ഒക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്കും ഭയങ്കര ആക്റ്റീവും ഒക്കെയാണ്. അത് കമ്പാരിറ്റീവ്ലി മലയാളമാണ് കണക്ക്. ഇനി ഇവിടെ അത് എങ്ങനെയാവുമെന്ന് അറിയത്തില്ല. എന്തായാലും നോക്കാം.
അടുത്ത 13ാമത്തെ കണ്ടസ്റ്റന്റ് ആയിട്ട് വന്നത് ഷാരികയാണ് കേട്ടോ. ആളൊരു ഇന്റർവ്യൂവർ ആണ്, അതേപോലെ തന്നെ ഒരു ഇൻഫ്ലുവൻസർ ഒക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. ഇപ്പൊ പറയാനായിട്ടുള്ള ഒരു മെയിൻ ഒരു സംഭവം നടന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ രേണു സുധീനെ ഇന്റർവ്യൂ ചെയ്ത് വിവാദമൊക്കെ ആയ എയറിൽ പോയ ഒരാളാണ്. കുറെ വഴക്ക്, ഒരു ഇന്റർവ്യൂ നടത്തുമ്പോ വഴക്കുണ്ടാക്കുന്ന ഒരാള് എന്ന് പറയുമ്പോ തന്നെ മിക്കവർക്കും ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് എന്ന് പറയുമ്പോ തന്നെ മിക്കവർക്കും അറിയാം. യൂട്യൂബ് കാണുന്ന എല്ലാവർക്കും അപ്പൊ മനസ്സിലാവും ആളാരാന്ന്. അപ്പം പുള്ളിക്കാരി എനിക്ക് തോന്നുന്നു നല്ലൊരു സ്ത്രീപക്ഷമാണ്. അപ്പൊ മറ്റേത് ആള് സ്ത്രീ വിരുദ്ധമാണെങ്കിൽ ഇത് സ്ത്രീപക്ഷമാണ്. അപ്പൊ നല്ലൊരു അടി. അവര് മാത്രല്ല, ഈ രേണു സുധിയും ഇവരും തമ്മിലുള്ള കോമ്പോ ഇങ്ങനെ ആയിരിക്കും എല്ലാം നമുക്കൊന്ന് കാണണം. പിന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം ഓൾറെഡി ആള് നെഗറ്റീവ് ആയിട്ടാണ് ഈ രേണു സുധി ആണെങ്കിലും ഈ ഷാരികയൊക്കെ ആണെങ്കിലും കേറിയിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് പേടിക്കാൻ ഒന്നും തന്നെയില്ല. അപ്പൊ ഈ പോസിറ്റീവായിട്ട് നിൽക്കുന്നവരാണ് കുറച്ച്. എനിക്ക് തോന്നുന്നു മറ്റേ അനീഷ് ഉണ്ടല്ലോ സ്ത്രീ വിരുദ്ധം, അപ്പൊ ആളും ഇവരായിട്ട് നല്ലൊരു. അതെ, അതാ ഞാൻ പറഞ്ഞേ, അനീഷും ഈ ഒരു ഷാരികയും തമ്മിലുള്ള ഒരു കോംബോയും, അതേപോലെ ഷാരികയും രേണു സുധിയുമായിട്ടുള്ള ഒരു കോംബോയും കാര്യം. കാരണം ഇടയ്ക്ക് വെച്ചിട്ട് ഈ വേറെ യൂട്യൂബേഴ്സ് ഒക്കെ എടുത്ത് ഈ രേണു സുധീനെ ഭയങ്കരമായിട്ട് പറഞ്ഞ സമയത്ത് ഈ വിവാദത്തിൽപ്പെട്ട ആള് തന്നെ വീണ്ടും സപ്പോർട്ട് ചെയ്ത്, അതായത് ഈ ഷാരികനെ സപ്പോർട്ട് ചെയ്ത് രേണു സുധി സപ്പോർട്ട് ചെയ്തും വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും കണ്ടു തന്നെ അറിയാം. ഓക്കെ, 14ാമത്തെ മത്സരാർത്ഥി എന്ന് പറയുന്നത് ഷാനവാസ് എന്ന ആളാണ്. സീരിയൽ ആക്ടർ ആണ്, എല്ലാവർക്കും അറിയാം. കുങ്കുമപ്പൂ ആണെന്ന് തോന്നുന്നില്ലേ? കുങ്കുമപ്പൂ എന്ന് പറയുന്ന സീരിയൽ ഭയങ്കര നമ്മുടെ പ്രൊഫസർ ജയന്തി ഒക്കെ ഉള്ള. അന്നത്തെ കാലത്ത് ഈ നമ്മുടെ എന്റെ അച്ഛന്റെ ഒക്കെ എനിക്ക് ഓർമ്മയുണ്ടോ, ഈ അച്ഛന്മാരുടെ ഒക്കെ ഒരു ഭയങ്കര ക്രഷ് ആയിരുന്നു ഈ ഒരു പ്രൊഫസർ ജയന്തി എന്ന് പറയുന്നത്. അപ്പം പുള്ളിക്കാരനാണ് കണ്ടസ്റ്റന്റ്. പിന്നെ ഇപ്പൊ ഏറ്റവും ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ള സീത എന്ന് പറയുന്ന ഒരു സീരിയലൊക്കെ ചെയ്ത് 50 ഹിറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് സീരിയൽ രംഗത്ത്. അപ്പൊ ആൾക്ക് നല്ല സപ്പോർട്ട് കാണും കേട്ടോ, ഫാൻ ബേസ് കാണും സീരിയലിലൊക്കെ ആയതുകൊണ്ട്. പിന്നെ അതേപോലെ തന്നെ എനിക്ക് ഭയങ്കര നാച്ചുറൽ ആയിട്ടും റിയൽ ആയിട്ടും തോന്നിയ ആളെ, ഫാമിലിയും എല്ലാം കൂടി. എനിക്ക് രണ്ടാമത് തോന്നിയ ആള് പുള്ളിക്കാരനാണ്, നല്ല റിയൽ ആയിട്ട്. ഇനി എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഇനി പോകെ നല്ലൊരു ഫുട്ബോളറാണ്. അപ്പം നല്ല സപ്പോർട്ടും കാണും, നല്ല ആക്റ്റീവ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതെ, അപ്പൊ നമുക്ക് കണ്ടറിയാം. ഇനി അടുത്ത 15ാമതായിട്ട് വന്ന കണ്ടസ്റ്റന്റ് ആണ് നവീൻ ജോർജ് എന്നാണ് കേട്ടോ ആളുടെ പേര്. ആളൊരു സ്റ്റൈലിസ്റ്റ് ആണ്, കൊറിയോഗ്രാഫർ ആണ്, നല്ലൊരു മോഡലാണെന്ന് തോന്നുന്നു. നല്ല ഡാൻസ് പെർഫോം ചെയ്തായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ, നല്ല രസമുണ്ട്, മുടിയൊക്കെ വളർത്തി നല്ല രസമുണ്ടായിരുന്നു ആളെ കാണാനൊക്കെ. പിന്നെ ആളുടെ ഒരു ഇൻട്രോ ഒക്കെ ഒരു വെറൈറ്റി ആയിരുന്നു കേട്ടോ. വെറൈറ്റി ആണ്, എന്താ എങ്ങനെ സംഭവം ഒന്നും മനസ്സിലാവില്ല. ആൾക്ക് ഫേവറേറ്റഡ് ആയിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചപ്പോ പോയിന്റഡ് ഹീൽസ് ആണ് ഇട്ടിട്ട് പോയത്. അപ്പൊ നമുക്ക് കുറച്ചൊന്ന് വെറൈറ്റി ആയിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പൊ ആൾ എങ്ങനെയാണ് എന്താണെന്നുള്ളത് കണ്ടു തന്നെ അറിയാം. നമുക്ക് കണ്ടു തന്നെ അറിയാം. ഇനി അടുത്തതായിട്ട് 16ാമത്തെ കണ്ടസ്റ്റന്റ് ആയിട്ട് വന്നത് 2 പേരാണ്. 2 പേര് കപ്പിൾസ് ആണ്, ഒന്നായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിൽ മിക്കവർക്കും അറിയാമായിരിക്കും കേട്ടോ. ഇപ്പോ അവർ ഭയങ്കര ഫൈറ്റ് ചെയ്ത് നേടിയൊരു വിജയമാണ്. അതായത് ആദിൽ നൂറയാണ്, അതായത് ലെസ്ബിയൻ കപ്പിൾസ് ആണ് അവർ ഒറ്റ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണ്, കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. അപ്പൊ അവരിപ്പോ അറിയാത്തതായിട്ട് ആരും തന്നെ കാണില്ല. കാരണം ഇപ്പൊ ഫാമിലിയുടെ എതിർപ്പും ഒക്കെ ആയിട്ട് അവര് അതിനെയൊക്കെ ഫൈറ്റ് ചെയ്ത് ഒന്നിച്ച് ജീവിക്കുന്ന 2 ആൾക്കാരാണ്. അപ്പൊ അവര് എങ്ങനെയാണ് നമുക്ക് ബിഗ് ബോസിൽ ഒന്ന് കണ്ടു തന്നെ അറിയാം. അടുത്തത് 17ാമത്തെ മത്സരാർത്ഥിയാണ്, ശൈത്യ എന്നാണ് പേര്. മിക്കവർക്കും അറിയാം, കോമഡി സ്റ്റാർ കാണുന്നവർക്കെല്ലാം അറിയാം. ഒരു സൈഡ് റോഡിലൊക്കെ ആ സമയത്തൊക്കെ വന്ന ഒരു പെൺകുട്ടിയാണ്. അഡ്വക്കേറ്റ് ആണ്, പത്തനംതിട്ടക്കാരിയാണ്, ഡാൻസറാണ്, നല്ല ആക്റ്റീവ് ആണ്. നമ്മള് റിയാലിറ്റി ഷോയിലും അതേപോലെ തന്നെ കോമഡി സ്റ്റാറിലൊക്കെ നിങ്ങൾക്ക് അറിയാം, നല്ല അഭിനയവും നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈയിടെ തന്നെ ഒരു റിയാലിറ്റി ഷോയിൽ, ഞാൻ അത് ശരിക്കും കണ്ടിട്ടില്ല, പക്ഷെ ഒരു റിയാലിറ്റി ഷോയിൽ അമ്മയും മകളുമായിട്ട് വന്ന് കുറച്ച് വിവാദമൊക്കെ ആയി പോയ ഒരാളാണ്. എന്തായാലും അതെ, എന്തും വെട്ടി തുറന്ന് പറയുന്ന ഒരു ആളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നല്ല ബോൾഡ്. അതെ. അപ്പൊ എന്തായാലും ഈ വട്ടം എടുത്ത എല്ലാവരും തന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് നല്ല രീതിയിൽ പറയുന്നതും എടുക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ വളരെ കുറച്ച് 1-2 പേര് മാത്രമേ ഉള്ളൂ പമ്മിയിരിക്കാൻ സാധ്യതയുള്ളത്. പക്ഷെ നമുക്ക് കണ്ടു തന്നെ അറിയാം, ഇനി അങ്ങോട്ട് പോകും തോറും ഓരോ ആഴ്ച കൂടുമ്പോഴും ഗെയിമിൽ ചേഞ്ച് ആയിക്കൊണ്ട് വരികയല്ലേ. അപ്പോ അത് നമുക്ക് ഷാരികയുടെ പെർഫോമൻസ് എങ്ങനെയാന്ന് കണ്ടു തന്നെ അറിയാം. അപ്പൊ 18ാമത്തെ മത്സരാർത്ഥി എന്ന് പറയുന്നത് ഞങ്ങൾ തന്നെ ഓൾറെഡി വീഡിയോ കുറെ ചെയ്തിട്ടുള്ളതാണ്, റിയാക്ഷൻ ചെയ്തിട്ടുള്ളതാണ്. എല്ലാവർക്കും യൂട്യൂബ് കാണുന്ന എല്ലാവർക്കും ഡെയിലി കണ്ട് ഒരു സുധി പുരാണം,
നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ്. അപ്പൊ രേണുസുതിയാണ്. അതേ സുതി പുരാണം ഇവിടെയും വന്നിട്ടുണ്ട് എന്നുള്ളത് ഓർക്കുമ്പോഴാണ് ഈ സീസണിൽ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്. അതായത് നമ്മള് യൂട്യൂബ് തുറന്നാ ഇപ്പം രേണുസുതി ഇല്ലാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. ഇനിയിപ്പോ TV തുറന്നാലും ഇത് തന്നെ കാണണമല്ലോ എന്നാണ്. കാര്യം ഇന്ന് തന്നെ കേട്ട് കുറച്ച് ഇനി കേറുമ്പോഴും ലാലേട്ടന്റെ അടുത്ത് ഇന്നപ്പോഴും ഇൻട്രൊഡക്ഷനിൽ എല്ലാം കേട്ട് നമുക്ക് സഹിക്കാട്ടോ. പക്ഷേ എനിക്ക് ഇച്ചിരി ഇത് വേണോ എന്ന് തോന്നിയ ഒരു സംഭവം. എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അങ്ങോട്ട് നമ്മുടെ ആ ഒരു ഡോർ ഓപ്പൺ ചെയ്തിട്ട് ബിഗ് ബോസ് ഹൗസിനകത്തോട്ട് കയറുമല്ലോ, ഹൗസിനകത്തോട്ട് കാലെടുത്ത് വെച്ചുടനെ എന്റെ സുതിച്ചേട്ടാന്ന് പറഞ്ഞിട്ടാണ് കേറിയത്. അത് ഇച്ചിരി ഓവറായിട്ട് എനിക്ക് തോന്നി. നല്ല ഓവർ. പിന്നെ കണ്ടു തന്നെ അറിയാം ആളെ ചിലപ്പോ റിയൽ ആയിട്ട് എങ്ങനെയാണെന്ന് നമ്മൾ കാണാൻ പോകുന്നത്. എന്തായാലും ഈ ഇത്ര ദിവസം എങ്ങനെ ആളുടെ രീതികളും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ യഥാർത്ഥ സ്വഭാവം ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു മേഖല, ഒരു സ്ഥലം ഇതാണെന്ന് തോന്നുന്നു എനിക്ക്. പിന്നെ ആളുടെ ഫേവറേറ്റ് ആയിട്ട് ആള് കൊണ്ടുപോയത് സുധിച്ചേട്ടനെ എപ്പോഴും കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ട്രോളി ബാഗാണ് കേട്ടോ ആളെടുത്തത് ഫേവറേറ്റ് ആയിട്ട്. കാരണം എല്ലാം ഒരു സുതിമയത്തിലാണ് പറയുന്നത്. ആ ഒരു ട്രാക്ക് തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം തുടർന്ന് പോകുന്നതോറും എത്ര നാള് ഈ ഒരു ട്രാക്കിൽ തന്നെ നിൽക്കാൻ പറ്റും എന്നറിയില്ല. നമുക്ക് എന്തായാലും കണ്ടു തന്നെ അറിയാം. കാരണം ഞാൻ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു ഗെയിമറാണ് കേട്ടോ. രേണുസുതി വരുവാണെങ്കിൽ എനിക്ക് രേണുസുതിയുടെ ഗെയിമിന് അറിയാൻ പറ്റും. അതെ, നമുക്ക് അതുകൊണ്ട് എനിക്ക് കാണാൻ ഞാൻ വളരെ ആഗ്രഹിച്ച ഒരു നെഗറ്റിവിറ്റി ഒന്നും ആൾക്ക് ഒരു വിഷയമല്ല, ഒരു പ്രശ്നമില്ലാത്ത ഒരു അല്ല. പേടിക്കണ്ട, സേഫ് ആയിട്ട് തന്നെ അവിടെ നിൽക്കാം. കാരണം ഓൾറെഡി നെഗറ്റീവ് ആയിട്ടാണ് ഉള്ളിൽ പോയിരിക്കുന്നത്. അപ്പൊ പിന്നെ ഇനി പേടിക്കാൻ ഒന്നുമില്ല. കാരണം ആൾക്ക് എന്ത് വേണമെങ്കിലും അവിടെ റിയൽ ആയിട്ട് കാണിക്കാം. ആളായിട്ട് തന്നെ ഇപ്പോഴത്തെ സീസണിൽ എനിക്കൊന്ന് ഹൈലൈറ്റഡ് കോണ്ടസ്റ്റന്റ് പുള്ളിക്കാരിയായിരിക്കും. അപ്പൊ നമുക്ക് എന്തായാലും കണ്ടു തന്നെ അറിയാം. പിന്നെ ഇനി ലാസ്റ്റ് ആയിട്ട്, അതായത് 19ാമതായിട്ട് കേറിയിരിക്കുന്ന അപ്പാനി ശരത്താണ്. അതായത് നമ്മുടെ ഏതായിരുന്നു ആ പടം, അങ്കമാലി ഡയറീസിൽ അപ്പാനി രവിയോ അങ്ങനെ ആളാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു നടൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആളെ. ആള് ഭയങ്കര താഴത്തെ തട്ടീന്ന്, അതായത് ഭയങ്കര അപ്പൊ ആള് നല്ലൊരു നിലയിൽ എത്തട്ടെ, ഇതിന് ഈ ഒരു പ്ലാറ്റ്ഫോം ആൾക്ക് ഹെൽപ്പ് ചെയ്യട്ടെ എന്ന് നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. ആള് കുറച്ച് വിട്ടു നിൽക്കും ആള് ഫിലിം ഫീൽഡിൽ നിന്നൊക്കെ. അപ്പൊ ഇതൊന്ന് ഹെൽപ്പ് ആവുകയാണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ ആള് ഗെയിം എങ്ങനെയാണ് എല്ലാം കൂടി നമുക്ക് മനസ്സിലാക്കാനും പറ്റും. അതെ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. നമുക്ക് എന്തായാലും പിന്നെ അറിയാൻ പറ്റില്ല, നമ്മൾ ഈ ഫിലിമിലും ഈ അവരുടെ ഇന്റർവ്യൂസും കണ്ടത് വെച്ച് മാത്രമുള്ള പരിചയമാണ് ഈ വന്ന എല്ലാവരും തന്നെ. അപ്പൊ എല്ലാവരും ഇനി ഗെയിം കളിക്കുന്ന അനുസരിച്ച് നമുക്ക് വിലയിരുത്താൻ പറ്റും ഇവരൊക്കെ എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ ഇതൊക്കെയാണ്, ഇത്രയും പേരാണ് മത്സരാർത്ഥികള്. അപ്പൊ ഇവരുടെ കളികളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി അങ്ങോട്ട് നോക്കാം. ഇവരുടെ ഓരോ രീതികളും ഗെയിമിൽ എങ്ങനെയാണ്, ടാസ്കിൽ എങ്ങനെയാണ്, ഇതെല്ലാം നമുക്ക് ഇനി നോക്കാം. പിന്നെ അതേപോലെ തന്നെ ഇവരെല്ലാരും കൂടി ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് നേരത്തെ ഒരു മഷിമുദ്ര എന്നൊരു ടാസ്ക് നടത്തിയിരുന്നു. അപ്പൊ അതിന്റെ 1, 2, 3 സ്ഥാനക്കാരെ ബിഗ് ബോസ് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യം അതില് ഫസ്റ്റ് എത്തിയത് നമ്മുടെ ആര്യനാണ് കേട്ടോ. ആള് നല്ല രീതിയിൽ പെർഫോം ചെയ്തു. വെറും 19 സെക്കൻഡാണ് കേട്ടോ എടുത്തത്. അപ്പൊ രണ്ടാമത് എത്തിയത് ബിന്നിയാണ്. തേർഡ് പ്ലേസിൽ എത്തിയത് ഷാനവാസ് ആണ്, അതായത് 29 സെക്കൻഡില്. അപ്പൊ ഇവർക്കും 3 പേർക്കും അവരുടെ എല്ലാ ഡ്രസ്സുകളും കാര്യങ്ങളായാലും എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന പെട്ടിയിലെല്ലാം അതോടെ കൊടുത്തിരുന്നു. പക്ഷെ ബാക്കിയുള്ളവർക്കെല്ലാം കിട്ടിയത് ചാക്ക്, റെയിൻകോട്ട്, അതുപോലെ ഇരുമ്പ് കമ്പി, ജെട്ടി, പിന്നെ അതേപോലെ തന്നെ തടി കഷ്ണം, ഇതൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. അത് അവർക്ക് കൊടുക്കത്തില്ല. എന്തൊക്കെയോ ടാസ്ക് ഉണ്ട്, അത് ചെയ്താലേ അവർക്ക് കൊടുക്കത്തുള്ളൂ എന്ന് പറയുന്നത്. ഇതാണ് പണിപ്പുര. ഇതാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ സീസൺ 7. ഇവർക്ക് വേണമെങ്കിൽ ഇവർക്ക് ഒരു ബാഡ്ജ് പോലുള്ള സാധനം കൊടുത്തിട്ടുണ്ട് കേട്ടോ. തട്ടിയെടുക്കാം, എങ്ങനെ വേണമെങ്കിലും തട്ടിയെടുക്കാം. അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇവരുടെ കയ്യിൽ നിന്ന് അത് നഷ്ടമായിട്ട് ഈ എടുക്കുന്ന ആൾക്ക് ഇത് കിട്ടും കേട്ടോ. അങ്ങനെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ്. നാളത്തെ പ്രൊമോ കാണിച്ചേക്കുന്നതിൽ തന്നെ അടിയോടടിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്നതും പിടിക്കുന്നതൊക്കെയാണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കുമല്ലോ എങ്ങനെയായിരിക്കും. ഈ സ്റ്റാർ കിട്ടാൻ വേണ്ടിട്ട് പല അറ്റവും പോവും. പക്ഷെ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും അവരുടെ സംസാരമൊക്കെ കേൾപ്പിക്കാനും ഭയങ്കരമായിട്ട് നല്ല ഷൗട്ട് ചെയ്ത് സംസാരിക്കുകയും നല്ല അടിയും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഇത് ഫസ്റ്റ് ടൈം ആണ് ഇത്രയും. രണ്ടാമത്തെ ദിവസമൊക്കെ തുടങ്ങും. അപ്പൊ നാളത്തെ പ്രമോയും നാളത്തെ ലൈവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അറിയാം എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്നുള്ളത്. പിന്നെ എന്തെങ്കിലും ഒക്കെ ലൈവില് പ്രത്യേകമായിട്ട് എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. പിന്നെ ഡെയിലി റിവ്യൂവും വരുന്നതായിരിക്കും. അപ്പൊ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പൊ അതിന്റെ കൂടെ തന്നെ പറയാനുള്ള ഒരു മെയിൻ കാര്യം എന്താന്ന് വെച്ചാല് ഞങ്ങള് ആദ്യമായിട്ടാണ്, ഞാൻ വീണ്ടും പറയണേ, ഞങ്ങൾ റിവ്യൂ ചെയ്യുന്നത്. ഇതിൽ തെറ്റുകുറ്റങ്ങൾ പലതും കാണും. അപ്പൊ ഞങ്ങളത് ഇംപ്രൂവ് ചെയ്യാൻ നോക്കാം. പിന്നെ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിലോ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിലോ അതൊക്കെ നിങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കുക. ഞങ്ങൾ അതേ രീതിയിൽ ചേഞ്ച് ചെയ്യാൻ നോക്കാട്ടോ. കാരണം ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഇത് എങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു ഐഡിയ ഞങ്ങൾക്കില്ല. കാരണം ഇത്രയും കാലം ഞങ്ങൾ ബിഗ് ബോസ് കാണാറ് മാത്രമേ ഉണ്ടായിരുന്നവരാണ്. ആദ്യമായിട്ടാണ് ഒരു റിവ്യൂ എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് കാണുന്നത്. നമ്മൾ റിയാക്ഷൻ ചാനലില് റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ഇടാറുണ്ട്. ബിഗ് ബോസിന്റെ റിവ്യൂ ആദ്യമായിട്ടാണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കുക. പിന്നെ മാന്യമായ സഭ്യമായ കമന്റ്സുകൾ മാത്രം നമ്മുടെ ചാനലിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും പല പല ആൾക്കാരാണ്, പല പല അഭിപ്രായങ്ങൾ, വ്യത്യാസങ്ങൾ എല്ലാം നിങ്ങൾക്ക് പറയാം. കമന്റ്സിലൂടെ നിങ്ങൾക്ക് അല്ലാത്തത് ഞങ്ങൾ ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും. സഭ്യമായ സംസാരം മാത്രം. അപ്പോ അത്രയൊക്കെ ഉള്ളൂ. എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ. കാരണം എങ്കിലാണ് നോട്ടിഫിക്കേഷൻ വരിക. ഡെയിലി റിവ്യൂസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ ബൈ.